സോ ഗൈസ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നും നമ്മൾ കാറിൽ നിന്നാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഐസി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഇന്ന് ഗുണ്ടു. അപ്പം നമ്മൾ ഇന്ന് പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെയാണ് നമ്മളെ മഹല് കമ്മിറ്റിയിൽ നബിദിന റാലി നടക്കുന്നത്. പിന്നെ ചോറ് കൊടുക്കുന്നത്. നബിദിന പരിപാടി ഇല്ലല്ലോ ഇവിടെ തന്നെയോ? നബിദിന പരിപാടി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതാണ് നമ്മളെ മഹലത്തെ കുഞ്ഞിപ്പള്ളി. മെയിൻ പള്ളി മേലെയാണ്, ദാറുൽ ഫലാഹ്. അപ്പം നാളെ റാലി നടക്കുമ്പോൾ അവിടെ അതായത് ദഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ദഫ് കുട്ടികൾക്ക് നമ്മളെല്ലാവരും ഒരു സമ്മാനം, ഒരു പ്രോത്സാഹന സമ്മാനം, അതുപോലെ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒരുവിധം എല്ലാ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദഫ് കുട്ടികളുടെ സമ്മാനം 10 പേർക്ക് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽ യാസീൻ വ്ളോഗ്സ് അദ്ഗാനി ഗിദ്ഗാനിയാണ്. സോ ഞാനും ഉമ്മയും പോവാണ്. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പിന്നെ മൊമൻറ്റോ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു മൊമൻറ്റോ വേണ്ട, ഉപകാരമുള്ള സാധനം മതി. ഞാനിപ്പോഴും ഉപകാരമുള്ള സാധനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള ഇത് പറഞ്ഞുതരാം. മൊമെന്റ് കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് അന്ന കാലത്ത് ഒരു ക്ലാസ് കിട്ടിയിട്ട് കാര്യമില്ല, അത് പുറകെ കൊണ്ട് കൊടുക്കാന്നേ ഉള്ളൂ. പക്ഷെ മൊമെന്റോ എന്ന് പറയുന്ന സാധനം, മൊമെന്റോ എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മളെ ഷോക്കേസിൽ നമുക്ക് എപ്പോ നോക്കിയാലും ആയി കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമായിരുന്നു. എന്തായാലും സാരല്ല, നമ്മൾ എന്താക്കുന്നു, ഇവിടുന്ന് നേരെ ജാംജൂമിൽ പോന്നു. അവിടുന്ന് ക്ലാസ്സോ പ്ലേറ്റോ എന്താ പറ്റുന്ന സാധനം നമ്മൾ വാങ്ങുന്നു, തിരിച്ചു വരുന്നു. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ജാംജൂം അല്ല അല്ലേ നെക്സ്റ്റ് നല്ലേ? ജാംജൂമിലാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഉള്ളതെന്ന് തോന്നണേ. അവര് നബിദിന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അവിടെ കുറെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ജാംജൂം പോകുന്നു. ഇവിടെ വന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ പൊതിയണം. പിന്നെ കമ്മിറ്റിക്കാർ പൊതിഞ്ഞോളും, പിന്നെ വേണ്ട നമ്മൾ തന്നെ പൊതിഞ്ഞോളാം. പിന്നെ വാപ്പയല്ലേ പള്ളി സെക്രട്ടറി, വാപ്പ സെക്രട്ടറി പ്രസിഡന്റാ പട്ടച്ചാണ്. ഇപ്പൊ പ്രസിഡന്റ് ആയത്? സെക്രട്ടറി ആയിരുന്നല്ലോ ഇത്ര കാലം. പള്ളി സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആയി. ഇപ്പൊ എത്ര മാസമായി പ്രസിഡന്റ് ആയിട്ട്? ഉപ്പച്ചി ഗൾഫ് പോകാനായിട്ട് പിന്നെ ഉപ്പച്ചി തന്നെ ആയിരുന്നു കേട്ടോ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ. പിന്നെ ഉപ്പച്ചി പോയപ്പോ പിന്നെ ഒന്ന് മാറി. അല്ല, ആ സമയത്ത് മാറി ആയിട്ടുണ്ട് അങ്ങനെ പ്രസിഡന്റും ഇതൊക്കെ. പിന്നെ പള്ളി പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും മുട്ടായൊക്കെ വാങ്ങണോ? നോക്കട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും നേരെ പോട്ടെ. ഇതുവരെ അല്ല, ഉപ്പച്ചി ഭാവി ശിങ്കുവിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. സാധനം വാങ്ങിയിട്ട് ഗൈസ്, സാധനം വാങ്ങി. അങ്ങോട്ട് പോയി നോക്കിയാ നന്നായില്ലേ? അതുകൊണ്ട് ഇത് കിട്ടി. പൊതിയാനുള്ള ഗിഫ്റ്റ് പേപ്പറും തന്നു കേട്ടോ. ഒരു പൊതിഞ്ഞ് തരാന്ന് പറഞ്ഞാൽ എനിക്ക് തിരക്കായം കൊണ്ടാ. ഓൾ സെറ്റ്. എന്തായിരിക്കും ഐസി? നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായിരിക്കും ഐസി ഗിഫ്റ്റ് പറയും? കപ്പ്. ചെറിയ ക്ലാസ് ഇല്ലേ, എന്നെയും കൂട്ടി വാങ്ങി വന്നിട്ട്. എങ്ങനുണ്ട്? സെറ്റപ്പ് ആയില്ലേ? അത് ബ്രഷ് ഇട്ടൊക്കെ എങ്ങനുണ്ട്? സൂപ്പറായോ? ഇത് കിട്ടിയാ എനിക്ക് സന്തോഷാവോ? ഈ ഇപ്പൊ കുട്ടിയല്ലേ, എനിക്ക് ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയാല് എനിക്ക് ഹാപ്പി ആവൂ. നമുക്കിത് പൊതിയണ്ടേ? ഓക്കെ, നമുക്കിതൊക്കെ പൊതിയണം. ഇപ്പൊ ഉള്ളിലേക്ക് കേട്ടിട്ടോ. പകുതി ഉമ്മ കൊണ്ടുണ്ട്, നോക്കി ഞാൻ കൊണ്ടുപോവാം. സോ നമ്മളിതാ പാക്കിങ്ങിനുള്ള പരിപാടി തുടങ്ങിയാണ്. എത്ര ഉണ്ട് ചേച്ചി? ഒന്നുകൂടി എണ്ണിയാ? മലയാളത്തിൽ എണ്ണ അറിയാലേ? ഓക്കെ. അപ്പൊ നമ്മളിതാ ഗിഫ്റ്റ് ബോക്സ്, ഗിഫ്റ്റ് കളർ ഇടുന്നുണ്ട്. ഇതിന്റെ ഉള്ളില് നമ്മളെന്തെങ്കിലും വിഷസ് എഴുതി ഇടണോന്ന് ഇങ്ങനെ പ്ലാനില്ല. ഇത് ഇടണോ? ബെസ്റ്റ് വിഷസ് ബൈ. ഓ, ആരാ തന്നേന്നൊക്കെ അറിയണം.
ഐസിൻ്റെ വളരെ വലിയൊരു ബുദ്ധിയാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടാം, വളരെ രസം ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തന്നില്ലല്ലോ. ഐസി കാണിച്ചു കൊടുക്കുക കാരണം തുറന്നിട്ട്. 1 2 3 4 5 പാത്രം കിട്ടും. ഇതാ ഒരു കുഞ്ഞി പാത്രം എടുക്ക്, ഓരോന്നെടുക്ക്. 1 2 3 4 5. അതാ ഒരു വിദ്യാർത്ഥിക്ക് 1 2 3 4 5 പാത്രങ്ങൾ കിട്ടും അല്ലേ? നല്ല ഗിഫ്റ്റ് ആണോ? ആണല്ലേ? കുട്ടികൾ യൂസ് ചെയ്യില്ല, അത് ഇവിടുത്തെ കമ്മിറ്റി പോരാ. പള്ളി കമ്മിറ്റി പറഞ്ഞത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം മതി വീട്ടുകാർക്ക്. ബേക്കറി ഒക്കെ എടുത്തു വെക്കാം അല്ലേ? മൊമെന്റോ കൊടുക്കാൻ വിചാരിച്ച ഞാൻ ലാസ്റ്റ് ഇവിടെ എത്തി. എന്നാലും എൻ്റെ മനസ്സിൽ മൊമെന്റോ ആണ്. അനക്ക് ഇത് തന്നാലാണോ ഹാപ്പി ആവുക, മൊമെന്റോ കിട്ടിയാലാണ് ഹാപ്പി ആവുക? ട്രോഫി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇനി ഇവിടുത്തെ ആൾക്കാർക്ക് കുട്ടികളെ മനസ്സൊന്നും അറിയില്ല. സോ ഗൈസ്, പാക്കിങ് തുടങ്ങിയത് ഉച്ചക്കാണ്. ഇത് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ടത് ഒരു 11:30 12 മണിക്ക് വാങ്ങിക്കൊണ്ടെന്നാ. ഇതുവരെ നമ്മൾ പാക്ക് ചെയ്തിട്ടില്ല, പാക്കിങ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ പാക്ക് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ എക്സ്ട്രാ പോയിട്ട് വാങ്ങിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറമാൻ സൂം ചെയ്ത് കാണിക്കൂലേ, ഒരു ബെസ്റ്റ് വിഷസ് എല്ലാത്തിലും ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ എഴുതിയിട്ട് ഒരു ബെസ്റ്റ് വിഷസും, പിന്നെ ഇത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു മനസ്സിലായില്ലേ അതന്നെ. പിന്നെ നടന്നു പോകുന്ന എല്ലാവർക്കും നമ്മൾ വക എന്തുണ്ട്, പോപ്പിൻസ് മിഠായി. ഇപ്പം ഇവിടെ റാലിക്ക് 300 പേരുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 300 എണ്ണം മേടിച്ചിട്ടുണ്ട്. പോപ്പിൻസ് മിഠായി മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ സിപ്പപ്പ്, രസം ഉണ്ടാവില്ലേ സിപ്പപ്പും അതുപോലെ 300 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റു പൊതിയാൻ പോവാണ്. ഷിങ്കും ആയിഷയും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പൊതിയാൻ. അപ്പോൾ ആദ്യത്തെ മാത്രം ഒന്ന് പൊതിയുന്നത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ആയിഷ പണ്ടേ പൊതിയാൻ മിടുക്കത്തിയാണെന്നാണ് പറഞ്ഞത് ആയിഷ. ഇങ്ങനെ പൊതിഞ്ഞാൽ പോരെ? കറക്റ്റല്ലേ? ഓക്കെ, ഇങ്ങനെ നമ്മൾ പൊതിയാൻ വേണ്ടി പോവാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ പൊതിയണോ? എന്നാ ആടാ സെലോ ടേപ്പ് എടുക്ക്. ഇതിങ്ങനല്ലേ? ഇത് പിടി, ഇവിടെ പിടി. ഓഹോ ഹോ ഹോ യു ക്ലെവർ ബോൾ. എവിടെ പോയി? സ്കെച്ചോ പെന്ന് എന്തും വേണ്ടേ? പേന മതിയോ? എന്നാൽ ഒരു പേന എടുക്കും. ആർക്ക് ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ്, ഷിഗ്മുനാണോ ആയിഷക്കാണോ? എനിക്കെന്തായാലും ഇല്ല. എന്നാൽ ഒരു ആയിഷ ഒരു പേന എടുത്തിട്ടോ. അതിന് ഓനോടെ എന്നാ പേന അറിയാം. സ്കെച്ച് എടുക്കണോ? പെന്ന് വരെ നിൻ്റെ റൂമിൽ ഡെസ്ക് മുമ്പിലുണ്ടോ? പിന്നെ ആയിഷൻ്റെ റൂം അറിയോ? അവിടെ ഡെസ്ക് ഉണ്ടോ? ചുമപ്പ് ഡെസ്ക് അറിയോ? അതിന്മേൽ പേന ഉണ്ടോ? എടുത്തിട്ടോ. എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് മേടിച്ചേ? 1 എക്സ്ട്രാ മേടിച്ചതാ. ബെസ്റ്റ് വിഷസ്. വൗ, സൂപ്പർ അല്ലേ? അപ്പം ഇതൊക്കെ പൊതിയണം. പിന്നെ ഇത് മേടിക്കുന്ന കുട്ടികൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. രസമുണ്ട്. ആ ഇല്ല, ഇവർ വീഡിയോ കാണുമെന്നറിയില്ല. മഞ്ഞ് വിറ്റുണ്ടായി, പക്ഷെ അത് പറയാൻ പറ്റൂല. അങ്ങനല്ല, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഉസ്താദ് നമ്മളെ വീഡിയോ ഒന്നും കാണാറില്ല എന്നാ. അപ്പോൾ ഉസ്താദ് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾക്ക് എന്താ മേടിക്കുക, ഐസ്ക്രീം മേടിക്കണോ, മിഠായി മേടിക്കണോ? അത് ശരി, എനിക്ക് അവിടെ മഞ്ചു കൊടുക്കാം. അപ്പോൾ ഉസ്താദ് അവിടെ കരുവപ്പട്ടണിൽ മഞ്ചു കൊടുക്കണത് കണ്ട്, അപ്പോൾ മഞ്ചു ഐസ്ക്രീം മേടിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ബഡ്ജറ്റ് ഇങ്ങനെ കൂടി പോകുന്നു. യെസ്, അതുകൊണ്ടാണ്. അപ്പം സന്തോഷ വാർത്ത ഉണ്ട്,
നെയ്ച്ചോറാണെന്ന് കേൾക്കുന്നുണ്ട്, തേങ്ങാച്ചോറാണെന്ന് കേൾക്കുന്നുണ്ട്. എല്ലാം നമുക്ക് നാളെ അറിയാം. പ്രസിഡൻ്റായ വാപ്പ പറയുന്നു തേങ്ങാച്ചോറാണ്. ഞാൻ ഉസ്താദിനോട് ഈ കാര്യം പറഞ്ഞു. ഉസ്താദ് വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞ് നെയ്ച്ചോറാണ്. ഇതിലിപ്പോൾ ഏതാണ് ശരിയെന്നുള്ളത് എത്തട്ടെ. ഗൈസ്, നമ്മൾ അതിൽ എഴുതാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റ് വിഷസ് എന്നതിൽ ഓൾറെഡി ഉണ്ട്. സോ അത് എഴുതണ്ട, ബാക്കിയെല്ലാം ഒരു കളറല്ലേ, അത് എഴുതിക്കും. ആ ഇതാ, കൺഗ്രാജുലേഷൻസ് ബൈ യാസീൻ ബ്ലോഗ്സ്. ആയി വാ, ഏത് മൂഡ്. കൂട്ടശ്ശരാണ്, കുഴപ്പമില്ല. നമുക്കെന്ത് കൂട്ടശ്ശരം വന്നിരിക്കുന്നു. ബൈ യാസീൻ ബ്ലോഗ്സ്. ഒന്നിട്ട് ഓ ബെസ്റ്റ് വിസറ്റ്സ്, കൺഗ്രാജുലേഷൻ ബൈ യാസീൻ ബ്ലോഗ്സ്. ഓക്കെ, അപ്പം ആദ്യത്തെ ഇതിലിട്ടോ, ഡപ്പിയിലിട്ടോ. ലവ് ഇടുന്നുണ്ട്, ലവ് ഉണ്ട്. ഓ മേൻ പൊളി, ഒരു രക്ഷയില്ല. എന്നാ വീഡിയോ എടുത്തോ. ഏഷ്യൻസ് ഇത് നമുക്ക് ഇതിനുള്ളിൽ വെക്കുകയാണ്, എന്നിട്ട് അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പാക്കിങ് ഇതാ തുടങ്ങുകയാണ് കേട്ടോ. മഞ്ചൊക്കെ കുട്ടികൾക്കല്ല, ഇവിടെ ഈ ഗിഫ്റ്റ് ഉള്ളവർക്കല്ല, അത് പൊതുവെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. കത്രിക എടുത്താ ഐസി, ഈ ഭയങ്കര ഉടായിപ്പാട്ടോ. ഓക്കെ ഐസി, എന്നാ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ വേഗം എന്നാ. അപ്പം ഗൈസ്, ആദ്യത്തെ ജിമ്മിന് ഇപ്പോഴാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിമ്മിന് വെച്ചിട്ട് പൊടി. അവളോട് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം പറഞ്ഞു തരില്ല, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ജിമ്മിനി കേട്ടാ, എൻ്റെ ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ജിമ്മിനി. ജിമ്മിനി 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 മോൾ കുട്ടി ജിമ്മിനി. ഓ ജിമ്മിനിയോട് AI വരെ അസൂയുള്ള ശിങ്കു. എല്ലാ മക്കളെ, ഇത് മൂടാൻ പറ്റൂലേ? ഇല്ല. ആ ഗൈസ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആയിഷ വരട്ടെ, ഞാൻ തോറ്റു. അപ്പം ഒന്ന് പൊതിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം, കട്ട് ചെയ്തു. സോ ഗൈസ്, ഇതാ നമ്മളത് ഓൾമോസ്റ്റ് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ദ ഗ്രേറ്റ് ഏകദേശം 10 മടക്കോളം മടക്കിയതിന് ശേഷമാണ് ആയിഷക്ക് ഈ ഒരു ട്രിക്ക് കിട്ടി. നമ്മൾ മാക്സിമം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനിയിത് സെറ്റാക്കട്ടെ. ഇവിടെ ഒരാൾ കുട്ടികൾക്ക് കൊണ്ടുവന്ന പോപ്പിൻസ് അടിച്ചു മാറ്റി കഴിക്കുന്നു ഗൈസ്. എന്നാ സെലോ ടേപ്പ് കൊടുക്കേ ശിങ്കു. സോ ഗൈസ്, ആയിഷ ഒരെണ്ണം പൊതിഞ്ഞിട്ടുണ്ട്. അപ്പം പൊതിഞ്ഞതിൻ്റെ മേലെ നമ്മളെന്താക്കുന്നു, ഇതിനെന്താ പേര് പറയുക, റിബണോ? ഇപ്പോഴത്തെ ജനറേഷനത്തെ പെൺകുട്ടികൾക്ക് ഏതാണെന്നൊന്നും അറിയില്ല ഗൈസ്. ഇതിങ്ങനെ അല്ലേ ഇങ്ങനെ പൂക്കി അയക്കണേ. ഏണ്ടേ ഇതങ്ങനെ ഒട്ടിക്കല്. ആ സെലോ ടേപ്പ് എടുക്ക്. ഒന്ന് 2 കഷ്ണം മുറിച്ചിട്ട് ചെറുത് തട്ട് വേഗം പൂക്കിയായില്ലേ. ഇതിന് വേറൊരു പൂക്കി വൈബ് വരാനുണ്ട്, കാണിച്ചു തരാൻ. നിങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല. ഇതൊക്കെ നമ്മൾ പണ്ട് കുറേ കളിച്ച. എൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഗിഫ്റ്റ് കൊടുക്കൽ.
അത്ര ഒന്നും വേണ്ട, കുഞ്ഞത്. ഞാൻ ഇത് കേട്ടെ, കത്രിക കേട്ടെ. നിങ്ങൾക്ക് അറിയാം അത്? അറിയോ? ഇതയ്യോ വാവ്. അപ്പം നമ്മളെ ഒരു ഗിഫ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാ ഗിഫ്റ്റും സെറ്റ് ആക്കിയതിനു ശേഷം സെറ്റപ്പ് ആക്കാം. ഓക്കെ. സോ ഗൈസ്, നമ്മളെ പാക്കിംഗ് മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും അവസാനമായിട്ട് നമ്മളൊരു ഇതിടുകയാണ്, ഡെക്കറേഷൻ വർക്ക്. എങ്ങനെയുണ്ട് ഐസി? ടെക്നോളജിയാ ശരിക്ക് ചുരുണ്ടില്ല. അതൊരു രസത്തിനായിട്ട് തന്നെയാണ്. കൈ വേന എടുക്കണില്ല അങ്ങനെ ചെയ്യുമ്പോ. എങ്ങനെയാ? ഇങ്ങനെ ആക്കുക. ഒന്ന് എക്സ്ട്രാ വാങ്ങിയതാ, നിങ്ങൾ കൊളാക്കുമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ ആക്കിയിട്ടില്ല, നിങ്ങൾ ഗുഡ് ഗേൾസ്. ഞാനല്ല, ഐശ്വര്യം ചെയ്തു. പിന്നെ നമ്മൾ ഉള്ളില് ഒരു കാർഡ് ഇട്ട്, ഇപ്പൊ പുറത്തും ഓരോ കാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അക്കുവിന് വിട്ടക്കിന് കാർഡ് വാങ്ങാൻ. അപ്പം പുറത്തു കൂടി നമ്മളൊരു കാർഡ് നമ്മൾ അടിച്ച് കൊടുക്കുന്നതായിരിക്കും. പോപ്പിൻസിന്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അറിയോ? കല്യാണത്തിന് എങ്ങനെ റേറ്റ്? അയ്യൊന്നും അങ്ങനത്തെ കല്യാണം കൂടിയിട്ടും കൂടി ഉണ്ടാവില്ല. ഹിന്ദു ആ ഒരു മുട്ട എടുക്ക്. ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാം. 300 എണ്ണത്തിന് 300 റുപ്യ. വെറുതെ എന്തിനാ? കളയാനാണ്, അതുകൊണ്ടാണ് ഉണ്ടാത്തത്. അപ്പൊ എങ്ങനെയുണ്ട് പാക്കിംഗ്? ഞാൻ കാണിച്ച് ഒരു ഫോട്ടോ എടുക്കാം. സോ ഗായ്സ്, നമ്മളെ ഗിഫ്റ്റുകളൊക്കെ സെറ്റ് ആയിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ? എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കല്ലേ? അപ്പൊ ഇത് കാണുമ്പോ നമ്മളെ പോപ്പിൻസ് ബേക്കിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറ്റം പറയുന്ന ഒരു പേരുണ്ടാവും, അത് കൊടുക്കാണ്ടിരുന്നൂടെ, പോപ്പിൻസ് ആണ് കൊടുക്കുന്നുള്ളത്. ഞാൻ പോപ്പിൻസ് ആണ് കൊടുക്കുന്നത്. പിന്നെ അപ്പം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓൾ ദ ബെസ്റ്റ്.